വയനാട് ജില്ലയിലെ പാപ്പളശ്ശേരിക്കടുത്ത് അഴീക്കോട് നഗർ, ഇവിടെ ഓങ്കാരീശ്വര ഭഗവതിക്കാവിലാണ് ഇപ്പോൾ ഉള്ളത്. അയ്യോ, 4 തറകളുണ്ട്. അമ്മേ നാരായണ, ഓം നമശിവായ, ആൽത്തറ, ഗുളികൻ തറ, ഗുരുജി. ഇതിൻ്റെ പിന്നിൽ ഗുരുദേവന്റെ തറയുമുണ്ട്. വിളക്ക് തെളിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആചാരക്രമങ്ങളെക്കുറിച്ചും മറ്റും നമുക്ക് ചോദിച്ചറിയാം. ഇത് പണ്ട് കാലം മുതൽ, അതായത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാം ഈ ബ്രാഹ്മണര് താമസിച്ചുകൊണ്ടിരുന്ന ക്ഷേത്രങ്ങളും മനകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് അക്കരക്കുന്ന് ഇക്കരക്കുന്ന് എന്നാ പറയാ. ആ കുന്നും ഈ കുന്നും അങ്ങനെ കാലക്രമേണ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി. അതായത് നമ്മൾ ദേവന്മാര് അസുരന്മാര് യുദ്ധം പോലെ, അക്കരക്കുന്നുകാര് അസുരന്മാര്, ഇക്കരക്കുന്നുകാര് ദേവന്മാര് വരും. അപ്പൊ ഈ അസുരന്മാര് മുഖാന്തരം ഇവിടെ നശിപ്പിച്ചു വരും. അങ്ങനെ ഇവര് അന്യാധീനപ്പെട്ടു പോയതാണ്. അപ്പൊ ഇത് യാദൃശ്യമായിട്ട് ഇങ്ങനെ ഈ പറമ്പിൽ ഓരോ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോ അങ്ങനെ ഇവിടെ ഒരു ശക്തി വൈഭവം ഉണ്ട്. ഇത് കിണറാണ്. ദേവിക്ക് ആവശ്യത്തിനുള്ള നേദ്യത്തിനുള്ള വെള്ളമൊക്കെ എടുക്കുന്ന കിണറാണ്. അപ്പൊ അവിടുന്ന് നമുക്ക് എങ്ങനെ ഇതിനൊരു അനുഭവം കിട്ടുന്നു നമ്മുടെ. അപ്പൊ അതങ്ങനെ വെളിപ്പെട്ടു വരിക. അങ്ങനെ ആണ് ഇതിവിടെ ഈ താമ്പൂല പ്രശ്നങ്ങളൊക്കെ വെച്ച് ഇവിടെ പ്രതിഷ്ഠ ചെയ്തത് നമ്മളെ ഞാൻ ഈ പറഞ്ഞ പോലെ സുൽത്താൻ ബത്തേരി, കൈപ്പഞ്ചേരി ശശി സ്വാമി തന്ത്രിയാണ്. അവര് എല്ലാരും വന്ന് ആണ് ഇവിടെ ഈ പ്രതിഷ്ഠ നടത്തുന്നത്. പ്രതിഷ്ഠ നടത്തി അങ്ങനെ ഇത് അങ്ങനെ അറിയപ്പെടുന്നൊന്നുമില്ലല്ലോ. അങ്ങനെ കുറെ കാലങ്ങൾ വരും, ആരെങ്കിലുമൊക്കെ വരും, വിളക്ക് കത്തിക്കും, അങ്ങനെ പോകുന്നു. വേറെ പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് നമ്മളിവിടെ വരുന്നത്. അങ്ങനെ വന്ന ഈ തന്ത്രി മുഖാന്തരം അവര് കബഡി നിരത്തി ഇതിന്റെ ലക്ഷണപ്രകാരമാണ് എന്നെ ഇവിടെ ആക്കുന്നത്. ഇവർക്ക് വേണ്ടി മാസത്തില് മലയാള മാസം അവസാനത്തെ വെള്ളിയാഴ്ച ഇവർക്ക് ഒരു വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് എന്നെ ഏർപ്പാടാക്കുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. 4 വർഷം കഴിഞ്ഞ് 5 വർഷമാകുന്നു. ഓരോ സ്റ്റെപ്പ് ഇവിടെ വരുംതോറും ഇവിടെ പുരോഗതിന്റെ മുകളിലേക്കല്ലാതെ ഇവിടെ അതമ്പതിച്ചിട്ടില്ല. ഈ നാട്ടുകാരടക്കം ഈ ചുറ്റുപാട്ടിൽ നിന്ന് ഒരു ഇരുണ്ടു മൂടിക്കെട്ടിയൊരു നാടായിരുന്നത്. ഇപ്പൊ ഇവിടെ വെളിച്ചം വീശി. അത് ഇവരുടെ ചൈതന്യമാകാം, അല്ലെങ്കിൽ സർവശക്തനായ തമ്പുരാന്മാരുടെ ചൈതന്യമാവാം. ഈ കാവ് അതെ അങ്ങനെ പ്രാപിച്ച് ഈ നാട് മൊത്തം അറിയുന്ന ഒരു ഭഗവതിയായി ഈ ദേവീദേവന്മാർ ഇവിടെ വാഴട്ടെ. അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും വന്നതിൽ വളരെ സന്തോഷം, കണ്ടതിൽ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ.